നമ്മൾ രാഷ്ട്രീയത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻവീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വല്യപ്പാന്റെ പേര് പി വി മുഹമ്മദ് ഹാജിയാണ്. എൻ്റെ പിതാവിന്റെ പേര് പി വി ഷൗക്കത്തലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത വാപ്പാന്റെ മോനാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിന്റെ മുന്നിൽ, അതിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച് എന്റെ തറവാടും എന്റെ കാക്കക്കാരണവന്മാരും കടന്നുപോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എന്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാൻ അതിൽ 11ാമത്തതാണ്. അതിൽ 3 ആള് മരിച്ചു, ഞങ്ങൾ 11 ആള് ജീവിച്ചിരിക്കുന്നു. ഉമ്മ ഈ 20 വർഷക്കാലത്ത് 22 വർഷക്കാലത്തിന്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പൊ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലമാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4ഉം 5ഉം സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി. ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4ലും 5ലും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയാ ഇതുപോലത്തെ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ 1:30 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി UP സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും, ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി, ഞാൻ ഉമ്മാനോട് വെച്ചു, ഉമ്മ ഇത്രയും മണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങളൊക്കെ ഒരു 1.5 വയസ്സിന്റെ വ്യത്യാസം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പൊ ഒരു സമ്മാനം ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് വിളമ്പി കൊടുക്കൂലേ? അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും. ഇന്ന് പണിക്കാരിത് വിളമ്പിക്കൊടുത്ത അമ്മ മോനെ അവര് ആ വരുന്ന ആളുകളെ പ്രാഗെന്ന് പറഞ്ഞു. പഴയ ഓർമ്മയാ. അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പൊ ഞങ്ങളൊക്കെ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3ഉം 4ഉം തൊട്ടിയാ. ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്. എനിക്കൊരു 1 വയസ്സാകുമ്പോഴേക്കും ഉമ്മ അടുത്ത് പ്രസവിക്കും. ജ്യേഷ്ഠന് മൂത്ത ആൾക്ക് ഒരു 1.25 വയസ്സാകുമ്പോൾ അടുത്ത് പ്രസവിക്കും. അപ്പൊ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മുലപ്പാല് കൊടുക്കാൻ കഴിയില്ല, എത്ര മക്കൾക്ക് കൊടുക്കും? അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എന്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാ, മരിച്ചുപോയി 30 വർഷം മുമ്പ്. ചക്കിക്കുട്ടി. അപ്പൊ ഈ 2 മക്കളെയും എന്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എന്റെ താഴെയുള്ള മുനീറായെ പ്രസവിച്ചപ്പോ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യിലാ കൊടുക്കുക. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ അല്ലാത്തല്ല. ഞാനും എന്റെ ജ്യേഷ്ഠനും അജ്മലും അവരുടെ മുലപ്പാലാണ് എന്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കീരനാണ്, അത് മരിച്ചു. പിന്നെ സഹോദരി ഉണ്ടായിരുന്നത് 1.5 വർഷം മുമ്പ് അവരും മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്ന നാടിച്ചിയാണ്. അത് കഴിഞ്ഞ് ഉമ്മാന്റെ എനിക്ക് തോന്നുന്നു 2000-ഓട് കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാന്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചിയാണ്. ഉമ്മ മരിച്ചതിന് ശേഷം
ഉമ്മാന്റെ ബെഡ്റൂം അവര് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അവരും ഇപ്പൊ ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പൊ ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതുമൊക്കെ അപ്പന്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലാന്മാരെ. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധമില്ല. ഒരാളെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കയറ്റാൻ പാടില്ല. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം, നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം, അപ്പൊ അത് കാണുമ്പോൾ ഒരു മുസൽമാനൊരു അപ്പോ ഏതായാലും ഞാൻ എന്റെ നിലപാടുകളൊക്കെ പറയാൻ പോകുന്നു. ഞാൻ അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പൊ അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് 2 മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ MLA മാരുണ്ട്. അവിടെ ഈ മുട്ട് അല്ല, ഈ ഒരു കാല് പാദം തൊട്ടി അര വരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിൽ ഇരിക്കുക. ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും എണീക്കണം. അപ്പൊ അദ്ദേഹം ഒരു 5 മിനിറ്റ് ആ കാല് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കൺമുമ്പ് കാണും. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ പൊതുപരിപാടിയിൽ ഉണ്ടാവും. അതോടൊപ്പം ഈ ഒരു 5 മിനിറ്റ് അതിന് പോവും. എപ്പോഴും ഈശ്വര പ്രാർത്ഥന നടന്ന എത്ര മിനിറ്റ് പോവും നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ്. കാരണം നിലപാട് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ബാങ്ക് വിളിച്ചു 1 മിനിറ്റ് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക. സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാഅത്തും അല്ലാത്തവരും ഒക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം, അതിനുള്ളൊരു ആലോചന ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ്. അപ്പൊ എന്റെ വല്യമ്മ, എന്റെ മുലകുടി വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ എന്റെ കാളിക്കുട്ടി അമ്മയാണ്. അത് കഴിഞ്ഞു. മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം, ഈ സാജൻസ് കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ? ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കില്ലേ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ. കാണുന്നില്ലേ നിങ്ങള്? ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും, എതിരാളികളും കാണും, 2 വിഭാഗം കാണും. പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ 6ാം ക്ലാസ് വരെ പഠിക്കണതായില്ല, പിന്നെ ഇടവണ്ണ പാലല്ല. അപ്പൊ എന്റെ മൂത്ത പെങ്ങന്മാര്, എനിക്ക് ഈ 14 10 സിസ്റ്റേഴ്സാണ് കേട്ടോ, മൂത്തതൊക്കെ സിസ്റ്റേഴ്സാ. അപ്പൊ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായിൽ സ്കൂളില്ല, 3 കിലോമീറ്റർ നടന്ന് പുഴ കിടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പൊ 7ാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ എന്ത് ചെയ്യും? കോഴിക്കോട് മലാപ്പുറമ്പിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു.
ആ വീടിന്റെ പേര് വിദ്യാസദൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്ന വീടാ. പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ. അങ്ങനെ എന്നെ 6 കൊണ്ടുപോയി. എല്ലാവരും 7ാം ക്ലാസ്സിൽ നിന്ന് പോയത്. എൻ്റെ ആ 4-5 സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിലാണ്. അതിൽ 3 അവിടെ ചെയർമാൻമാരായിരുന്നു. ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ്. അവിടെ വൈസ് ചെയർമാനായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളതൊക്കെ ഒന്ന് അറിയണമല്ലോ. ഞാൻ 7ാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചേരുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ വീടിന്റെ നേരെ മുമ്പിലാ ക്രൈസ്റ്റ് ഹാൾ എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ ദേവാലയം മറ്റുമുള്ള അവരുടെ ട്രെയിനിങ് സെന്ററൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ കളിക്കാൻ പോവുക അവിടെയാണ്. 7ാം ക്ലാസ് തുടങ്ങി ബാലജന സഖ്യം അറിയുന്നവർ നിങ്ങൾ പലരും ഉണ്ടാവും. ക്രൈസ്തവ സമുദായത്തിന് മുഴുവൻ അറിയും. ബാലജന സഖ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിയും പഠനവും സംസാരിക്കാനുള്ള ശേഷിയും പ്രസംഗിക്കാനുള്ള ശേഷിയും ഒക്കെ മൊത്തത്തിലൊരു സാംസ്കാരിക പരിവർത്തനം വരുത്താൻ അതിനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഈ ക്രൈസ്റ്റ് ഹാളിലെ ബാലജന സഖ്യം. ഞാൻ ജീവിതത്തിൽ ആദ്യം മൈക്കെടുത്ത് അല്ലെങ്കിൽ ഒരു മേശന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എന്താ ചെറുപ്പക്കാര സ്ഥിതി? എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇത്രയുമെങ്കിലും ഒരു പ്രതികരണ ശേഷിയോടുകൂടി നിങ്ങൾ ഇവിടെ എത്തിയതിന്. ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട്. എല്ലാവരും അടിമകളാണ്. തലേന്റെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല, അല്ലേ? ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആർക്കുമില്ല, ഒരറിവുമില്ല. ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവില്ല, സമയമില്ല. ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്നറിയാൻ സമയമില്ല. ഒറ്റ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക. ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം, അല്ലെങ്കിൽ ചെറിയ പൈസക്ക് 10 രൂപക്ക്. 10 രൂപക്ക് എന്താ വില? 10 രൂപന് വില നിങ്ങൾക്ക് അറിയാലോ. 25 രൂപക്കോ 30 രൂപക്കോ അല്ലെങ്കിൽ 50 രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താ കാരണം? മോഡി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴിയെന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴും 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വെറുതെ അങ്ങോട്ട് തരികയാണ്. കാരണം ഇതിന്ന് കണ്ണെടുക്കൂല. ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതിങ്ങനെ കാണുക, ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ തൊഴിലാളികളടക്കം ഇപ്പൊ ഉച്ചയോട് കൂടിയിട്ട് ജോലി ചെയ്തു. മാന്യമായ കൂലി ഇന്ത്യയിൽ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനേക്കാളും കൂലി ഇവിടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ മേസന്മാരും ഇലക്ട്രീഷ്യന്മാരൊക്കെ നമ്മൾ വിളിച്ചു വെച്ചാൽ അവിടെ പോയി ഈ പറഞ്ഞ അട്ടിക്കിട്ട് കിടന്നാൽ തന്നെ കിട്ടുന്നത് 10-50,000 റുപ്യാണ് ഇന്ത്യൻ്റെ ഈക്വലന്റ് ആയിട്ടുള്ളത്. അതിലൊരു 10-30,000 റുപ്യയുടെ ചെലവാണ്. പിന്നെ ഒരു 10-20,000 രൂപ ബാക്കിയാണ്. പക്ഷെ അതിലേറെ ലാഭം കൂലി ഇന്ന് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ അവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പിന്നെ വീട്ടുകാരെ ചർച്ച രാത്രി എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉണ്ടാക്കണം. ഒരുവിധം വീട്ടിലൊന്നും ഇപ്പൊ രാത്രി ഭക്ഷണം ഉണ്ടാക്കില്ല. ഉണ്ടോ? വളരെ കുറവാ. അപ്പൊ ഈ മന്തിയും ഹിന്ദിയും ഇഷ്ടംപോലെ ഭുജിക്കുക. കുഴിയില്ല മന്തി, കുഴിയില്ലാത്ത മന്തി, തലമന്തി, കാലുമന്തി, ഇങ്ങനെ സെർച്ചിങ്. എവിടെയാ മന്തി?
ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്ത് വേണം? അടിച്ച് വീശി എന്താ പറയാ, 2 ഫുട്ബോളിന് എത്ര ഓരോരുത്തർ വയറ്. എന്നിട്ട് വന്നിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒറ്റ കിടത്താം. പോരുന്ന വഴിയിൽ ഇങ്ങനെ തപ്പി നടക്കും. എന്തിനറിയോ? ഐസ്ക്രീം എവിടെയാ പൊരിച്ചത് കിട്ടുക. ലോകത്തെവിടെയും ഐസ്ക്രീം പൊരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക. സകല ആശുപത്രി ഫുള്ള. ഒരു പഞ്ചായത്തിൽ 5ഉം 10ഉം ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ. എന്റെ തൊട്ടടുത്ത ഈ ഗൂഡല്ലൂർ കയറിയാൽ ഗൂഡല്ലൂരൊന്ന് പോയി പരിശോധിക്കും നിങ്ങൾ. ഈ 10-15 കൊല്ലത്തിനുള്ളിൽ എത്ര ക്ലിനിക്ക് അവിടെ ഉണ്ടായിട്ട് 1-2 ഉണ്ടോ? അവിടുത്തെ ഇരട്ടി ആളുണ്ട്. ഇവിടെ 25 ഉണ്ടാകുമ്പോൾ അവിടെ 2 എണ്ണം. എന്ത്? തമിഴന്മാർ ഇപ്പോഴും കഞ്ഞി കുടിക്കും, അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും, ആവശ്യത്തിനേ മാംസം കഴിക്കുള്ളൂ. നീ എന്താ കഴിച്ച്? കഞ്ഞി പൊമ്മൾ വന്ന് നമ്മളെ നാട്ടുകാർ പാരയും പറഞ്ഞാൽ അവനെ പുറത്താക്കുന്നു പറയും അല്ലേ? അപ്പൊ ഈ ദുരന്തങ്ങൾ, ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്ന എന്തുകൊണ്ടറിയോ? നമ്മളൊരു തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയല്ല. യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും, എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. എങ്ങനെയാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യേണ്ടി വന്നത്? ഇത് 1 ദിവസമോ 2 ദിവസമോ 10 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം. ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന്. കഴിഞ്ഞ 3 വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ്. എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കാം. അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയപ്പോ MLA തെളിവെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമില്ല, 5-8 മാസം മുമ്പത്തെ കാര്യം പറയുന്നത്. പിന്നെ ഈ സാജൻ സ്കറിയയുടെ വിഷയം വരികയും സാജൻ സ്കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണുറക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോണ്ടല്ലോ, ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ ADGP അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന അത്യന്താധുനിക സ്കാനിംഗ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. കാരണം ഇതിന്റെ മുമ്പും
കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോ CBI വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കി. അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ, കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറത്ത് കിടക്കാൻ. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ്, മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ സഖാക്കളുണ്ട് എയർപോർട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്കാനറിനൊക്കെ ബാക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക, ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം, ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിന്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഏത് പാക്കിംഗ് നടത്തിയാലും സ്വർണം അവിടെ കാണും, എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ എന്റെ അന്വേഷണം അങ്ങോട്ടായി. ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ ഈ പോലീസ് ഇത് പിടിക്കുന്നത്? അപ്പൊ ഈ പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യുന്നത്? ആര് പിടിച്ചാലേ ഈ സ്വർണം നേരെ കസ്റ്റംസില് പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം. അതാണ് നിയമം. മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ആ പാരാമീറ്റർ ഒക്കെ തട്ടിക്കഴിച്ചാൽ ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി. പലരും വിദേശത്താണ്, ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്റെ പരിപാടി അറിയുന്നത് എന്താ? ഇവനെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത്ദാസിന്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഓരോ ഫോട്ടോ അവിടെ നിന്നാണ് എടുത്താക്കുന്നത്. ഇത് വെച്ച് ഇവര് പുറത്തു നിൽക്കാണ്. കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കും ഞാൻ. 2 പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്തു വിട്ടത്. അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവിടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവര് തീരുമാനിക്കാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഈ കൊണ്ടോട്ടിയിലെന്താ ഇത്ര വലിയ സെക്രട്ടറിമാര്? ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സെക്രട്ടറിമാര് സ്വർണം ഞങ്ങൾക്കൊക്കെ അറിയാൻ അനുഭവം ഉണ്ടാവും. ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ഒരുക്കിയിട്ട് ജ്വല്ലറിക്കായി കൊടുക്കുന്ന സെക്രട്ടറിമാർ ഇവിടെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്രട്ടറിമാർ ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ? അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊണ്ടും പോവില്ല. പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു. PVN പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസ് അനക്കൂല്ല. എന്റെ മൊഴിയെടുത്തപ്പോ ഞാൻ പറഞ്ഞു IG-യോട് 188ഓളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആളെ IG നിങ്ങൾ വിളിപ്പിക്കും, അവരോടൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാ ചോദ്യം ചെയ്തത്? സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത്? അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ ഇതാണ് അന്വേഷണം. ഒരാളെ വിളിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ 2 കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ 2 പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം. പടച്ചോനെ കാത്തതവണ അറിയുന്നത് ഈ 2 പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് വല്ല വാപ്പയുമ്മയാണ്, മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അമ്മാവിന്റെ മകനും. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ 2 ആളെ കാര്യം ഞാൻ പുറത്തു വിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആ പാസഞ്ചർമാരെ എടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ, പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ചില ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും, ഒന്ന് തൊട്ടടുത്ത കാളികാവിലെ, ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്തേ അന്വേഷിക്കാത്തത്? എന്താ അന്വേഷിക്കാത്തത്? ഇപ്പൊ ഇവര് ഫോണ് ചോർത്തിയൊരു കേസ് എടുക്കുന്നത് അല്ലേ? അതല്ലേ? നമുക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ. മനസ്സിലായോ? വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല. മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിന്റെ സഹായം വേണ്ട, എന്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ അവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനായി രാഷ്ട്രീയത്തിൽ. അറിയാം നമുക്ക്, അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്റെ വാപ്പ തന്നെ. എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എന്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും കൊണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കളെ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ? വെട്ടിക്കോളി കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാം. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്. അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. അപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല. എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പിരുന്നെന്താ? ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു. ഭയങ്കര നിലയും വില ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് തന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ട്. എന്താ പോയത്? SP കൊടുത്ത കത്തിന് ഒരു മറുപടിയില്ല. ഒരാഴ്ച ഞാൻ കാത്തുന്നു, ഒരു മറുപടിയില്ല. ഇവിടെ എന്റെ ശശിധരൻ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് എന്റെ വസ്തുത എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. ഒരു മറുപടിയില്ല. പിന്നെന്താ മാർഗം? ഞാൻ പോയി SP ക്യാമ്പ് ഓഫീസാണ്, ആർക്കും പോകാം. ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ്, ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ്. ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ്. ആർക്കും പോവാം, പബ്ലിക് പ്ലേസ്. ഞാനവിടെ ചെന്നപ്പോ തടുത്തു. ഒരു സാധു പോലീസുകാരനാണ്. പറഞ്ഞു എന്ത് ഞാൻ കിട്ടിയാണ് വന്നാണ്, അത് പെർമിഷൻ വേണമെന്നാണ്. നിങ്ങൾ വിളിക്കൂ, ആരുടെ പെർമിഷൻ വേണമെന്ന്? SP യോട്. അപ്പോ പുള്ളി വേറെ ഏതൊരു പോലീസുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു SP ഫോൺ കൊണ്ട് ഞാൻ വിചാരിക്കണം, സാറിന് തരാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ ഞാൻ എന്താ വേണ്ട വെച്ചു, നിങ്ങളെ കടത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ശരി, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം
ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു, വാർത്തയാകുന്നു. ഞാൻ രംഗത്തേക്ക് ഇറങ്ങുക. ആകാശത്ത് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ, ഭൂമിയിൽ ചവിട്ടി വേണ്ട എവിടെ സ്റ്റെപ്പ് കയറി പോകാൻ. തുടക്കം പോലീസിന്റെ അസോസിയേഷൻ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു, ഞാനൊരു പ്ലാനിങ് തന്നെയായിരുന്നു. ജനശ്രദ്ധ മെല്ലെ ഇതിലേക്ക് കയറി വരണം, ജനങ്ങളിത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കഴിയുന്നു. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം പോലീസിന്റെ സമ്മേളനമാണ് കോട്ടയത്ത്. ആ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ ആരെങ്കിലും പോലീസിലുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കി. എന്താണ് ആ വാശിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? എനിക്കും തോന്നി പടച്ചോനെ സന്തോഷം തന്നെ. ഞാൻ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ പത്രോഫീസിൽ അവിടെ മഹേഷൊക്കെ മലപ്പുറത്ത്. അപ്പൊ ഇവർ പറഞ്ഞു, സീമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് ഇന്നലെ കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് ക്ലബിൽ. ഞാനും ഈ പറയുന്ന മലപ്പുറത്തെ പ്രസ് ക്ലബിലെ എല്ലാ പത്രപ്രവർത്തകരും ഈ TV കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടുന്ന് പത്രക്കാരനോട് ഇങ്ങനെ ആക്കുന്നുണ്ട്, ഏത് സംഗതികൾ ഭയങ്കര കേട്ടോ, ഏത് ഞാൻ പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ. ശരിക്കും കൂടുതലൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ഓക്കെ ചെയ്യുന്നു ഞാൻ കിട്ടുന്നു. അത് കഴിഞ്ഞു 3 ദിവസം പത്രസമ്മേളനം നടത്തി. 3-ാമത്തെ ദിവസം രാത്രി വെറുതെ പോകുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി. അദ്ദേഹം 5 മിനിറ്റാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത്. ഞാനൊന്ന് തള്ളാതെ ഇരുന്നതാണ്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തെക്കാളും വലിയ ആളെന്ന് എനിക്കാവണം എന്ന ആഗ്രഹം ഒന്നുമില്ല. ഇന്നും 37 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. 37 മിനിറ്റ് നിങ്ങൾക്കറിയാം. 9 പേജുണ്ട് ഇത്. അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളെടുക്കാനാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളൊരു വാപ്പാൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയല്ലേ. അത് കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, സീമ എനിക്ക് ചില കാര്യങ്ങൾ സീമയോട് പറയാനില്ല. ആരത് പറയില്ല, എനിക്കിനി പറയില്ല നിവർത്തിയില്ല പറയുന്നു. ഇപ്പം പറഞ്ഞു, സീമ 2021 രണ്ടാമത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സീമനെ കൊണ്ടാണ്. ഞാനടക്കം നിലമ്പൂരിൽ ജയിച്ചത് സീമിന്റെ വോട്ടിന്റെ ഒരു ഭാഗം എനിക്കുള്ളതുകൊണ്ടാണ്. അന്ന് സീമ കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. സീമനെ ഇപ്പൊ നാട്ടിലെ സ്ഥിതി അറിയാൻ ചോദിച്ചു. അദ്ദേഹം നമ്മൾ അങ്ങനെ കണ്ണിലേക്ക് നോക്കുന്നു. ഞാൻ പറഞ്ഞു, സീമ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. CM-ന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25%, 30%-ലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് CM. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി. CM ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എൻ്റെ വാപ്പാനോട് ഞാൻ പറയില്ലേ, എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആളാണ്, അവനാണ് ഇതിന്റെ കാരണക്കാരൻ. സീമ ഒരു നിമിഷം അവിടെ നിൽക്കരുത്, വലിയ അപകടത്തിലേക്ക് പോകും. ഒന്നും മിണ്ടല്ല. വീണ്ടും ഞാൻ പറഞ്ഞു, ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് സീമ. അപ്പൊ എന്നോട് പറഞ്ഞ DGP ഉണ്ടല്ലോ, DGP ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, DGP ഒരു സാധുവാണ്, സീമിനെ അറിയാലോ. ഇയാൾ ഇതുപോലുള്ള ഒരു നട്ടോറീസ് വന്നപ്പോൾ സീമിന് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു നോക്കാം. അതിനിടയിൽ ഈ സംസാരത്തിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു. എന്റെ തൊണ്ട ഇടറി. ഈ കാര്യങ്ങൾ, ഈ സൂര്യന്റെ കഥയും ഇദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ പറയുമ്പോൾ കണ്ണ് ചുവന്നു. പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കുക. ഞാൻ ഓഫീസിൽ നിന്ന് CM-ന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു ഒരു 2-3 മിനിറ്റ്. കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഞാൻ CM-നോട് ചോദിച്ചു, CM പത്രക്കാരുണ്ട് പുറത്ത്, പല സ്ഥലത്ത് നിൽക്കുന്നു. അവരോട് പറയാൻ എന്താണ് നിങ്ങൾ പറഞ്ഞു? അപ്പൊ ഞാൻ വിചാരിച്ചു, നീ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയല്ലോ സ്വാഭാവികം. കാരണം ഞാൻ കുറച്ച് കയറി പറഞ്ഞല്ലേ പോയത്. ഉണ്ടായില്ല. അപ്പോഴെന്താ എന്റെ വിശ്വാസം? സംഗതി മൂപ്പർക്ക് പിടിയിട്ടിരിക്കുന്നത് ഈ ചങ്ങാതി തന്നെയാണ്. ആര്? ശശി തന്നെയാണ്. അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എന്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്നത് തൃശ്ശൂരെത്തുമ്പോ വാർത്ത വരെയാണ്, സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ പറഞ്ഞു, ഓ എന്തായാലും അമ്പാക്കാം സംഗതി ജോറായി നടക്കുന്നുണ്ടോ. അപ്പോഴും എനിക്കൊരു എന്താ പറയാ, ഒരു സന്തോഷം വരുന്നില്ല മനസ്സിലായി. എന്റെ ഒരു സാധനം കിടന്ന് ഇങ്ങനെ കളിക്കണം. അത് കഴിഞ്ഞ്
പിറ്റേ ദിവസം IG വരുന്നു, മൊഴിയെടുക്കുന്നു 9 മണിക്കൂർ. അതിന്റെ പിറ്റേ ദിവസം ശശി തന്നെ മാറ്റുന്നു, 4 DYSPമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു. അപ്പോഴും എല്ലാവരും വിളിക്കുന്നു, അതോ TV എന്ന് പറയുന്ന ആഭ്യന്തരം മരിക്കുന്നത്. എല്ലാവരും വാർത്ത കൊടുത്തു, ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കട്ട എന്നാണ്. പലരും ചോദിച്ചു സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞിട്ട് സന്തോഷമായില്ല, സമാധാനമായില്ല, ആശ്വാസമായി. എനിക്കിതെല്ലാം കൂടെ പിടികിട്ടുന്നില്ല. അതിനിടയിൽ SP വെക്കേണ്ട ആരെന്ന് ചോദിച്ചു, ശശി തന്നെ മാറ്റുന്നു. ഞാൻ പറഞ്ഞു ആരെ വെച്ചാലും കുഴപ്പമില്ലാത്ര. ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല, അപ്പോൾ എനിക്കറിയില്ല, പേര് പറയാൻ നമ്മൾ ആളില്ലാഞ്ഞിട്ടില്ല. അത് കഴിയുന്നു, ഈ ജോലി ചെയ്തും കഴിയുന്നു, IG പോകുന്നു. ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ്. 4 വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ? അപ്പോ IG-ക്ക് മൊഴി കൊടുക്കുന്നതിന് തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക. അപ്പൊ തൊട്ട വീട്ടിലെ സ്ത്രീയോട് പോയി പറഞ്ഞ് നമ്മൾ വാർത്ത കേട്ടതാണ്. 3 ദിവസം കഴിഞ്ഞു പോകുന്നു. ഞാനും ഇതിന് പിന്നാലെ ഉണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമില്ല. അപ്പോ ഈ മരം ലേലത്തിനെടുത്ത ഒരു പിന്നെ അതിന്റെ പിറ്റേ ദിവസം SP ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹം പോയി ചോറുണ്ട് നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞു. 4 മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണം ചെയ്തു. എന്താ അറിയോ? മരത്തിന് കുറ്റി. അത് നോക്കിയിട്ട് മുമ്പ് പറഞ്ഞു, കുറ്റി നോക്കിയിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ്, SP ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ വരെ നമുക്ക് അവിടെ പോയി വെക്കാം. കൊണ്ടുപോയില്ല, നമുക്ക് പിന്നെ ആവാം. അതുകൊണ്ടാണ് കുഞ്ഞമ്മക്ക് പറഞ്ഞ മോനെ നിങ്ങൾ കുടുങ്ങണം നോക്കിക്കോളേ എന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ പോലീസിന്റെ വിഷയങ്ങൾ. അത് കഴിയുന്നു നിദാനവധ കേസ് ഇടപെട എൻ്റെ നാട്ടിലാണല്ലോ. അപ്പൊ അന്നേ ഇതിലൊരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഈ 2ാം ഭരണത്തിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാര് മനുഷ്യത്വജോലി ചിലരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് വിളിച്ചു പറയാൻ നോക്കണം കേട്ടോ. ഈ സുജിത് ദാസിനെ 3 കൊല്ലത്തിനിടക്ക് 1ഓ 2ഓ പ്രാവശ്യം, അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, അമ്മക്ക് ക്യാൻസർ, ഭാര്യക്ക് കിഡ്നി പേഷ്യന്റ്, ഇതെന്താ ഒന്നും കൂടി ഉണ്ട്, കുട്ടിക്ക് വളർച്ചയില്ലായിരുന്നു. ഈ പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 10-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ ട്രാഫിക്കിലെ കൊടുക്കാൻ വലിയ സൗകര്യം. ജനങ്ങളെ മാത്രമല്ല, ഇതാണ് ടെറർ, എന്താ പറയാ, ടെറർ എന്ന് പറയും, പേടിപ്പിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴൊന്നും നടക്കുന്ന ഒരു ലക്ഷണമില്ല. അപ്പോഴാണ് വീണ്ടും ഞാൻ പ്രസംഗം നടത്തിയത്. കളിവാ സ്പീക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജനങ്ങൾ, നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം, ഇപ്പൊ ഈ കള്ളക്കടക്കം, വിധാനവധ കേസും മാമി കേസൊക്കെ അന്വേഷിച്ച് കുറെ പണിയുണ്ടല്ലോ. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGPക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാമെന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ്. ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാവില്ല. ഇതിനെന്തിനാ അന്വേഷിക്കുന്നു? അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന 11 മണിക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് ഇയാൾ 35 ലക്ഷത്തിന് 33,80,000 ഫ്ലാറ്റ് വാങ്ങി 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു. ആധാരത്തിന്റെ കാര്യം പറഞ്ഞു. ആധാരം നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം ഞാൻ 11 മണിക്ക് മുമ്പ് പുറത്തു വിടുക, ഇതെങ്കിലും കണ്ടിട്ട് CM ഒന്ന് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുക. അതിന് മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം 2 ദിവസം പോലീസുകാർ അന്വേഷിച്ചെങ്കിലേ ആ 2-3 സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ. ഇത് പച്ചയായി 33,80,000 രൂപ ക്യാഷ് അതാർക്കിലേക്കിരിക്കുന്നു. റൊക്കമായി പണം കിട്ടി ഓടിച്ചു. പിന്നെ 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വെക്കുമ്പോ
ആ 65 ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് വക്കീലത്. ഒറ്റ പോലീസുകാരനാണ് DGP ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം പ്രവിശ്യ ഓഫീസിൽ പോയി 1 മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാം. നെറ്റ് തന്നെ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഞാൻ ആ ലിങ്ക് കിട്ടിയിരുന്നല്ലോ. എന്ത് ഇദ്ദേഹത്തിലാണ് RSS കടന്നു വരുന്നത്? വേണ്ടാത്ത പല പണിയും ഈ ADGP അജിത് കുമാറിന് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലപ്പുറത്തെ തെളിവ് എന്താ നിങ്ങൾക്ക് വേണ്ടത്? 11 മണിക്ക് CM നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വാട്സാപ്പിൽ അവിടുത്തെ എനിക്കറിവുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അയച്ചു കൊണ്ട് കാണിച്ചു കൊടുക്കണം പ്ലീസ്. ഇതാണ് ഇതിന്റെ സ്ഥിതി. അനങ്ങൂല. നമ്മള് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോൾ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം ഇതിന് മരിച്ച അവിടെ പിരിയാണല്ലോ, ആ പിടുത്തം ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്തിനാണ് സഖാക്കളെ? എന്തിനാണ് സഖാക്കളെ? ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ പാർട്ടിയിൽ ഉത്തരം പറയണ്ടേ? അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി. കത്ത് കൊടുത്തു. ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം. ആ ഉത്തരവാദിത്വം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഏറ്റവും അത് കഴിഞ്ഞിട്ട് 3 ദിവസം നടന്ന റിദാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ്. അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന്. ഈ SITയുടെ കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക. ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസറുണ്ട്, തിരക്കടില്ലാത്ത, എനിക്കറിയില്ല. അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം? ഒരാളുടെയും ഈ പറയുന്ന DGPയുടെ മൂക്കിന് താഴെ DGPയുടെ പെർമിഷൻ ഇല്ലാതെ DGP സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിദാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതി ഒരു പെറ്റീഷൻ, എന്താ പെറ്റീഷൻ? അവിടെ ഇടവണ്ണ പോലീസിലുള്ള പോലീസുകാരെ കുഴപ്പമില്ലല്ലോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് മോളിന്ന് ഓർഡർ വന്നാൽ ഈ സാധിക്കൊക്കെ ചെയ്യലാന്ന് നിർത്തിയില്ല. എന്ത് ചെയ്തു? നേരെ മഞ്ചേരി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിന്റെ വക. എന്താ വക? റിദാൻ വധക്കേസിന്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. എന്താ കാരണം? റിദാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 2 കുടുംബവുമായി ഞാൻ സംസാരിച്ചു. മരിച്ച റിദാൻ ഫാസിലിന്റെ കുടുംബം 2 രീതിയിൽ സംശയിക്കുന്നു. ഒന്ന്, ഷാൻ ഒറ്റയ്ക്ക് ഒരിക്കലും കൊള്ളാൻ കഴിയില്ല. 2, ഇതിന് വേറെ പല ആളുകളുണ്ട്. 3, ഷാനും റിദാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആ കുടുംബങ്ങൾ. ഈ ഷാനെ പോയി ഞാൻ കണ്ടു, വിളിപ്പിച്ചു. ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചിരുന്നു. പണ്ടല്ല മറ്റേ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പറാണ് നിന്നെ കൊടുക്കാൻ ഒരു പലരും എന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി. ഈ കൊണ്ടുവന്നവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ 2 കൂട്ടരെയും വിളിപ്പിച്ചു. മരിച്ചവര് പറയാമെന്ന്, കൊന്നു എന്ന് പറയുന്ന ആംഗിൾ കേട്ടാൽ ഒരു സാധാ പോലീസിനെ അന്വേഷിച്ചാൽ മതി. ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ്. കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പ്രയാസമുണ്ട്. എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസിന് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. SIT നല്ല അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിലാണ് എടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ട് കൊടുക്കുന്നു. റിദാൻ ഫാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം. ഫോണ് കിട്ടിയെന്നല്ല, ഫോണുമായി ബന്ധപ്പെട്ട സൂചന. എന്താണ് ആ സൂചന?
പോലീസിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾപ്പില്ല. നമ്മൾ കുറെ കേസൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലന്മാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കലല്ല. ഇത് അട്ടിമറിക്കുന്ന ശ്രമമല്ലേ. ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത്? പ്രിയപ്പെട്ട സഖാക്കൾ പറയണം, ഞാൻ ഇനി എന്ത് ചെയ്യണം? സഖാക്കൾ എനിക്ക് മറുപടി തരണം. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത, ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. മിക്ക സ്റ്റേഷനുകളിൽ പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു. MLA വിളിച്ചാൽ MLA ആണ്, നിലമ്പൂർ MLA ആണ്, ഒരൊറ്റ അടി പോയി കൊടുക്കാൻ തന്നു. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരാ ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ്. ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധം വേണ്ട. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ 4 ആളെ വെച്ചിട്ട് കഥ നടത്തുന്നതായിരിക്കാം. അപ്പൊ അതിന്റെ മലയാളിയോ മാനേജറോ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂലേ? കേൾക്കുവോ? കേൾക്കുമെന്ന് കേൾക്കൂലേ? ഉറക്കെ പറയും. പറഞ്ഞൂടി. അപ്പൊ എന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാ? അല്ലേ ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? അതാണ് അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. പോലീസ് മാത്രമല്ല, വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് പോയി, പഞ്ചായത്ത് ഓഫീസിലേക്ക് നിങ്ങൾ പോകൂ. പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന സംസ്കാരം പ്യൂണ് തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്. പിണറായി സർക്കാരിന്റെ ഈ ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും വലിയ സംഭാവന. ഞാൻ ഇവിടെ പ്രസംഗിക്കാനെന്ന് തോന്നില്ല. ഇതെന്താ പാർട്ടി പറഞ്ഞുകൂടെന്ന് ചോദിക്കും. 1000 വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും KG സെന്ററിൽ. ഞാൻ നിന്റെ വാപ്പാനോട് പോയി പറയും, ഞാൻ ജയിച്ചിട്ടില്ല ഉണ്ടോ? എന്തൊരു ദ്രോഹം! പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക പലരും. ആരെങ്കിലും അപമാനം സഹിക്കുമോ? ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ പണി നോക്കി. ആയിക്കോട്ടെ സാർ. എവിടെ പോയി ഈ പാർട്ടിയുടെ കാര്യത്ത്? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, എല്ലാവരുടെയും അനുഭവമല്ലേ? അത് മാറ്റണം, അനുവദിക്കൂല. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ? നിങ്ങളുണ്ടാവുമോ? നിങ്ങളുണ്ടാവുമെങ്കിൽ അത് മാറ്റും. ആരും ആരെയും അടിമകളാവരുത്. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം. ഇന്നെന്താ സ്ഥിതി? ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത്? കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ? വിജിലൻസ് 1 കോടി 2 കോടി അങ്ങോട്ട് വരും. RTO ഓഫീസിലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇതുണ്ടാകാൻ പാടില്ലോ? മുമ്പുണ്ടായിട്ടില്ലോ? കുറച്ചൊക്കെ നടക്കും. പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല. ചോദ്യം ചെയ്യാൻ ആരില്ല. പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കും ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അപമാനപ്പെടുത്തി വിടും. അപമാനപ്പെടുത്തിയാൽ എന്നാണ് പിന്നെ ചെയ്യുക? പാർട്ടി ലീഡർഷിപ്പോട് പരാതി പറയും. എല്ലാ പാർട്ടിയും, ഞാൻ CPM മാത്രമല്ല,
അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും. ലീഗാരും കോൺഗ്രസിനൊക്കെ സ്ഥിതി തന്നെയാണ്. അപമാനപ്പെടുത്താൻ പോലും പിന്നെന്താ, പിന്നെ വരെ സ്വാധീനിക്കണം. അതിനോ ബാങ്ക് കൂടെ പൈസ കൊടുക്കും. എന്നോട് പറഞ്ഞൊരു DC മെമ്പർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യാ, നമ്മൾ പാർട്ടിയോട് പറയണ എന്തെങ്കിലും കൊടുത്തോണ്ടിയാണ് വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി സഖാക്കളെ? അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്ത് കൊട്ടിയടിച്ചു. ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവന് വെട്ടണം. ഇന്റത് വെട്ടിയിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാസം കേരളം മുഴുവൻ നടന്നു പറയാനാ തീരുമാനം. ആയുസും ആരോഗ്യം പഠിത്തം തന്നാൽ ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞപ്പോൾ 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മളൊക്കെ അത് മാത്രം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. നാല് വൈക്കും വിളിയിൽ രാവിലെ ഇപ്പൊ അവിടെ പോകുന്നൊക്കെ കാല് പിടിച്ച് വയ്ക്കുക. മുണ്ടി പോകരുതേ ഇസ്ലാമേ, മനസ്സിലാവും. അപ്പോ ഇതുപോലെയുള്ള ദുരന്തം നാലോ അരാജകത്വമാണ് ഇതിന്റെ പണി. ഇതിന്റെ ഫലം ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാത്തതുണ്ട്. ഈ മാമി കേസ് എന്താ കഴിയാത്തത്? ഒരു മാസത്തിനെ ഏൽപ്പിച്ച് ഞാൻ തെളിച്ചത്. ഒറ്റ മാസം, ഒരു മാസം 15 ദിവസം തെളിച്ചില്ല. 2 പോലീസുകാരുടെ കൂടെ വിട്ടാൽ മതി. ഒരു 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല. 13, 14 മാസം, 13ാമത്തെ മാസം കിടക്കുക. ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. നാളെ അവിടെ വിശദീകരിക്കേണ്ട, അവിടെ ഇവിടെ വിശദീകരിക്കാൻ സമയം കഴിയുന്നില്ല. അപ്പൊ പണി എന്താ അറിയുന്നത്? ADGPക്ക് ചുരുക്കി 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. എടക്കര സുലൈമാൻ കേരളത്തിൽ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്. എടക്കര സുലൈമാനി കുറച്ചും കൂടി മേലെയാണ് മാമി. മാമിക്ക് ഫിക്സഡ് ആയിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ. ഒക്കെ എന്നാ പൈസ. ഏറ്റവും ചെറിയ കച്ചവടം 2-3 കോടിയാണ്. അത് 100-50 കോടിക്ക് മേലും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സംഗതി വിശ്വാസം. അപ്പൊ മാമി പറഞ്ഞാൽ അതല്ല. അപ്പൊ ചിലര് മാമി എന്തെങ്കിലും മാർജിൻ തന്നോന്ന് പറയും. അപ്പൊ സെന്റിന് 10 ലക്ഷം ആണെങ്കിൽ മാമി അത് 11 ലക്ഷത്തിന് കൊടുക്കും. ഇവരറിയോട് കൊടുത്തിട്ട് വാങ്ങുന്ന ആളുകൾ. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെന്റ് വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നവരെ സംബന്ധിച്ച് പിന്നെ നടക്കുന്ന സെന്റിന് 1 ലക്ഷം കൊടുത്താൽ ബാക്കി എല്ലാം മാമി ആയിക്കോട്ടെ. അപ്പൊ ഞാന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് അന്വേഷിച്ചിട്ട് എത്തിയപ്പോ എന്താ സംഭവിച്ചാൽ, ചിലതില് മാമി പറയും 10 ലക്ഷം വില 11, 11 ലക്ഷം. ആ നാട്ടിൽ നടക്കുന്ന ഒരു കച്ചവട രീതി. അപ്പുറത്തെ 1 ലക്ഷം ഉണ്ടാവില്ല. അപ്പൊ ചില കേസുകളിൽ മാമി അമിതമായ ലാഭം എടുത്തു എന്നുള്ള ചില്ലറ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ നടക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പ്രമാണിമാരാണ് ഈ ലിസ്റ്റിൽ. ഇതിൽ ADGP അജിത് കുമാർ ഈ കൊലയ്ക്ക് പിന്നിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയോ? ഞാനത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. വേറെ കാര്യമില്ല. എന്താ കാര്യം പറയുന്നത്? ഈ മാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 100 കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു 10-100 ചില ആളുണ്ടാവും, അല്ലെങ്കിൽ 200 ആളുണ്ടാവും. വിദേശി മലയാളികൾ, തമിഴ്നാട്ടിലൊക്കെ. ഇപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ വിളിപ്പിക്കുക കുറെ കാലമായിട്ട്. എന്തിനാ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ? ഒരു വഴിക്കും വിളിക്കും, നാളെ വരണമെന്ന് പറയും. സ്വകാര്യമായിട്ടാണ് ഗസ്റ്റ് ഹൗസിൽ അവിടെ വഴിയൊക്കെ. അതൊന്നും പെട്ട പോലീസേ അറിയില്ല കേട്ടോ. ഒരു പോലീസും അറിയില്ല. നിങ്ങളെന്താ പണി? ഇവരൊന്ന് ചെറുതായിട്ട് മാറ്റും. ഈ അന്വേഷണ ദിവസം മാണക്കേടല്ലേ? ഇവരൊന്നും തിരിച്ച് ഒരു ബന്ധമില്ല. മാമി ഏതോ ഒരു കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ ഒരു ഭൂമി എടുത്ത് അല്ലെങ്കിൽ വിറ്റതിന്റെ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോയ മനുഷ്യന്മാരാണ്. അപ്പോ 2ാമത് വട്ടം വയ്ക്കുന്നതോട് കൂടിയിട്ട് എന്തായി? പിന്നെയും വിളിപ്പിക്കും, നാട്ടിൽ അറിയും, മാനക്കേടാകും. അപ്പൊ എന്താണ്?
കൊടുക്കുന്നുണ്ട്. ഈ 50 ലക്ഷം കൊടുക്കുന്നവന് നമ്മൾക്ക് ഒരു 50,000 വിലയുള്ളൂ. അതിനെ മനസ്സിലാക്കിയാൽ മതി. 10 ലക്ഷം കൊടുക്കുന്നവന് 10,000 രൂപയുടെ വിലയുള്ളൂ അവനെ സംബന്ധിച്ച്. ഇത് നല്ല കൊയ്ത്താണ്. അത് 50 കൊല്ലം തുടങ്ങി ഇപ്പോഴേ നിന്നിട്ടുള്ളൂ. ഈ വിഷയത്തിൽ 4 വർഷമാണ് ഞാൻ പറഞ്ഞ ആ പണി നിന്നത്. അപ്പൊ അതൊരു ശാഖല. മാമി പുറപ്പെട്ട് എത്തിയ അവസാനത്തെ ടവർ എന്ന് പറയുന്നത് കോഴിക്കോട് 12 കിലോമീറ്ററാണ് മാമിയുടെ കേന്ദ്രത്തിൽ. അവിടെ നിന്ന് മാമി എന്തായിരുന്നു അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളെ കോഴിക്കോട് വിശദീകരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ പോവാണ്. എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കാര്യം ഞാൻ വിട്ടുപോട്ടെ, മറന്നുപോകും, അല്ലെങ്കിൽ നാളെ അത് പറയും. അതായത് ഈ പോലീസ് സ്വർണം അന്വേഷിക്കുമ്പോ കേസെടുത്താൽ ഈ സ്വർണം ഇയാൾ ആരിൽ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാൻ ദുബായിൽ ഇവർ അന്വേഷിക്കാൻ അറസ്റ്റ് ചെയ്യാം. അതുവരെ നടക്കുന്നില്ല, പോലീസ് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കളവ് മുതലായി സ്വർണം കസ്റ്റഡിയിൽ എടുക്കുമ്പോ ഇത് കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. ഈ വരുന്ന സാധനത്തിന് ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത്. 5,000 10,000 ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കേണ്ടവന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയിട്ടുണ്ടാവുമല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ. എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാൻറ്റും ട്രൗസറും കത്തിച്ച് അത് വിൽക്കി വരുമ്പോൾ 950 ഗ്രാം ആവും വരെ. മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണ്. ആ മീഡിയ 24 കൊടുത്തത് പല മുഖം ഷെയ്ഡായി എത്തിക്കാം. അപ്പൊ ഞാൻ ഈ പുറത്തു വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഇതൊക്കെ കണ്ടവർക്ക് ഞങ്ങളുണ്ടെന്ന് പറയാക്കാൻ തോന്നി. അപ്പം തിരിച്ചിരിക്കേണ്ട നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത് ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു? ഇന്ത്യ ഒരു അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്ന അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. പകലില്ലാതെ അധ്വാനിച്ചതാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീഴ്ചയായിട്ട് ഇങ്ങനെ വരും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, പറ്റുമെങ്കിൽ ചെയ്യ്. അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാനേതായാലും അങ്ങനെ ഒഴുകി നിൽക്കുക. ഇന്നിപ്പോ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റുകൾ കൂടുതൽ ജീവിതത്തിന് അവിടെ കിട്ടൂല. ഞാൻ എടുത്ത് സഹിച്ചു വയ്ക്കലുണ്ട്. അത് മാത്രം ചെയ്തെന്നാ മതി. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കാം. എന്റെ വായ ഞാൻ ഈ പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞു നിർത്ത് ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും മാവി കേസും ഇതാൻ കേസും താനൂർ കേസും ഈ പറയുന്ന ഡാൻസർ സംഘങ്ങളുമായി ബന്ധപ്പെട്ടത് ഞാൻ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. താനൂർ ഫ്രീ കേസുകളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിട്ടുണ്ട്. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുക. കാരണം CBI ഓഫാക്കാൻ പറഞ്ഞാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാ. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും
ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. എന്താണ് NEXUS നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തോന്നുന്നുണ്ട്, വാക്ക് കേൾക്കുമ്പോൾ തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. മനസ്സിലാക്കിയത് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നവരും കരുതിക്കോളി. ഓരോ തക്ബീർ അല്ലാഹു അക്ബർ അല്ലോ കരുതിക്കോളി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതുകൂടി കൂടും. ഇതൊക്കെ എങ്ങനെ മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ എല്ലാരും പറയുന്നില്ല, ഒരു കേസ് തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നുമില്ല. ഈ നാട്ടിലെ സകലമാണ് ഞാനത് കാണിക്കാൻ ടിവിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇടാൻ ഞാൻ നോക്കില്ല. ഇനിയുണ്ടല്ലോ, നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ അങ്ങോട്ട് കേൾക്കണമെങ്കിൽ ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നതൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നതൊക്കെ കൊള്ളക്കാരാണ്. ഇതിനൊന്നും സ്വയം പറഞ്ഞിട്ട് നോക്കണം. ഇ.എൻ. മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റ് എവിടത്തേക്കാ പോകുന്നത്? സുജിതാത്തിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും അറിയാം, തേൻ ഒഴിക്കുക. ആരെ? മോഹൻദാസിന്റെ. ഇന്നലെ പറഞ്ഞത് ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്, മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ? മുഖ്യമന്ത്രിക്ക് വലിയ പ്രശ്നം, ഈ ചങ്ങാതിക്ക് വലിയ പ്രശ്നമാണ്. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസിൽ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? ഒന്നിപ്പം കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000 45,000. ഓഹോ. അപ്പൊ അവിടെ ചർച്ച ചെയ്യുന്ന അവിടുത്തെ പ്രത്യേകത, അവിടെ 90% അത് ശരി. ഇതാണ് മുസ്ലിങ്ങളുടെ സ്ഥിതി. ഇവരെ വളർത്താൻ പറ്റില്ല ഈ രാജ്യത്ത്. കൊണ്ടുപോകാൻ നിൽക്കാണ്. ആരുണ്ടാക്കി കൊടുക്കുന്നത്? ഈ സുജിത്താന്റെ മടിയിൽ വെച്ച് പാലൂട്ടിയവനാര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ പോയവരാണല്ലോ LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കൾ, ഒരു കാര്യം നടന്നത് പോലീസിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഞാൻ മിഞ്ഞാന്ന് വരെ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ വിഷയം. അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1000 രൂപ കൊടുക്കുന്ന ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈൻ. മോട്ടോർ സൈക്കിളിൽ 3 ആൾ പോയാൽ 3 ആളെ പേരിൽ ഒറ്റയാണ്. ഒരു 4 കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും സഹായിച്ചാൽ അത് വാങ്ങിച്ചു കൊണ്ടുപോയാൽ 30,000 ഫൈൻ. ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഒന്നും പറയണ്ടേ? നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട പറയുന്നത്. ആണുങ്ങളെ മാതിരി ഒന്ന് പറയണം, പ്രതിരോധിക്കണം, ജനങ്ങൾ ഒന്നാകണം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പറഞ്ഞ് നടക്കാൻ നിങ്ങളൊക്കെ മനുഷ്യരായി കാണണം. ഈ മനുഷ്യരൊന്നിട്ടെങ്കിൽ ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിന് തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടാണ്. അത് തകരാതെ ഈ നാട് രക്ഷപ്പെടുത്തുന്ന കരുതും കേട്ടോ. തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ കാണൂല. നിങ്ങൾക്ക് ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല. യോഗിയൊക്കെ ഉണ്ടാവും. ഈ തരത്തിലെ അങ്കിൾ ബന്ധമുണ്ടല്ലോ ഈ രാജ്യത്തൊരു സംസ്ഥാനത്ത് കാണുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. ഈ മുഴുവൻ ഓപ്പറേഷൻ
ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് കിടന്നു കൊടുക്കുകയാണ്. മനസ്സിലായോ എന്താ കാര്യം? ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് അത്യാവശ്യം വഴിയിൽ കിടന്നുണ്ട്. ഞാനും എന്റെ കെട്ടിയവനും തക്കാളും മതിയായിരുന്നല്ലോ, പറഞ്ഞില്ലേ? അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാന് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്, സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയണോ നമ്മളോട്? ഞാൻ പറയണോ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അനുഭവത്തിൽ അവിടെ 70% ഫോറസ്റ്റാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. എന്താ സ്ഥിതി? ഒരാൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ വയ്യ. ഈ പറയുന്ന മൂത്തകടത്തും കേരളയിലും വഴിക്കടവിലും പോത്തുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് ആളുകൾ പറയും, വല്ലാന സാറേ ഒരു സിനിമ കണ്ടിട്ട് കാരണം പകല് ജോലിക്ക് വേണം, ഒരു വർഷമൊക്കെ പോയിട്ട് കൊല്ലങ്ങളായി പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ ഒരു മാസം മുമ്പല്ലേ മൂത്തകടത്തൊരു കുട്ടി 60 ജോലിക്ക് പോകുന്ന കുട്ടി രാവിലെ പന്നി കുട്ടി റോഡിൽ തലയടിച്ച് വീണ് മരിച്ചു. ആന, എത്രയാന? ഒരു മനുഷ്യത്വമില്ലാത്തവരാണ് ഇവരെന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ്. 3 ദിവസം നിലമ്പൂരിലല്ല, കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു. എന്തായി? കേട്ടവരിവിടെ ഉണ്ടാകും. ഇതിനപ്പുറം ഞാനെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇടപെടുന്നു, അതൊരു ഘടകകക്ഷിയുടെ വകുപ്പ് എന്ന നിലയ്ക്ക് മാറി നിൽക്കരുത്. കേന്ദ്രത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അറിയാം, എല്ലാവരും സ്റ്റേറ്റ് ഇടപെടണം. എത്ര എണ്ണത്തിന് ചവിട്ടി തേച്ചു. രാത്രി വീട്ടിലേക്ക് പോകാൻ എത്ര പേര് ധൈര്യത്തിൽ പോകും? 8 മണി കഴിഞ്ഞാൽ ഒരു ഫെൻസിന് വേലി കെട്ടാൻ 2021 അവസാന ബഡ്ജറ്റിൽ 2.5 കോടി രൂപ കയ്യും കാലും പിടിച്ച് വാങ്ങിയുടെ കൊണ്ടു കൊടുത്ത ആ പ്ലാൻ കൊടുത്തില്ല. ഈ ചങ്ങാതിയൊക്കെ ഫോറസ്റ്റ് പറയുന്നത് ആ ഫണ്ട് ലാപ്സായി പോയി. ഇപ്പൊ 15.5 കോടിയുടെ പദ്ധതിയാണ് ഇനിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിലാകെ 1.5 കോടി രൂപയാണ് ഈ ആനയെ കളിക്കാനുള്ള ഫണ്ടിങ്ങിന്. ബാക്കി 3/4 പങ്കും ഈ നെക്സസിന്റെ ഭാഗം ആ ജില്ലാ സെക്രട്ടറിയുടെ ആ പത്രപ്രസ്താവനയെല്ലാം എന്താ ഇത് എന്താണെന്ന് പറയാം. പത്രക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം കേട്ടോ. ആരാന്ന് പറഞ്ഞു? ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു, ഇതൊക്കെ പോട്ടെ, ഒരാൾ സ്വീകരിക്കില്ല. ലീഗർക്ക് വേണ്ട, കോൺഗ്രസോ അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ തള്ളി. ഇനി എന്ത് ചെയ്യും അൻവർ? അൻവർ ഒറ്റക്കാണ്. ഒരു നാവ്, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട്, പറയും ഞങ്ങൾ. അപ്പോ ഒരു തീരുമാനാക്കി, ഞങ്ങൾ ഇവിടുന്ന് തട്ടിട്ടോ അവർക്ക് പിടിക്കരുത് കേട്ടോ. മനസ്സിലായ? അതാണ് നെക്സസ്. പക്ഷെ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ, ഓരൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോയി പോയി ഞങ്ങൾ സ്വീകരിച്ചോളാം. നിൽക്കട്ടെ, ഞാൻ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനൊന്ന് പറഞ്ഞു കഴിയട്ടെ.